ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡി ചിക്കൻ റെസിപ്പി ആയിട്ടുള്ള ബക്കറ്റ് ചിക്കൻ തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദാ നമ്മുടെ ബക്കറ്റ് ചിക്കൻ തയ്യാറാക്കാൻ വേണ്ട ചിക്കൻ ഞാനിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. എന്നാലേ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ടൊന്ന് മസാല പിടിക്കുള്ളൂ. അപ്പോൾ അതാ ചിക്കൻ ഇവിടെ നന്നായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 15 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ഇല്ലി കറിവേപ്പിലയും അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 4 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം എരിവുണ്ടാവില്ല. പിന്നെ ഒരു 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ വരഞ്ഞു വെച്ചിട്ടുള്ള ചിക്കനിൽ നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ ചിക്കനിലൊക്കെ ഇവിടെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 2 മണിക്കൂറിൽ കൂടുതൽ എന്തായാലും ഒന്ന് വെക്കണം. അപ്പോൾ ഞാനിവിടെ രാവിലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വൈകുന്നേരമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ സമയമില്ലെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ വെക്കുക. കൂടുതൽ സമയം വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക. ഇപ്പോൾ വൈകുന്നേരം 5 മണി ആയിട്ടുണ്ട്. ഞാൻ രാവിലെ 10:30 മണിക്കാണ് ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ നമുക്ക് ചിക്കന് കുത്തി വെക്കാൻ ഇതുപോലെ ഒരു കമ്പ് മണ്ണിലേക്കൊന്ന് നന്നായിട്ട് അടിച്ച് താഴ്ത്തി വെക്കണം. ഇനി ഇതിൻ്റെ ചുറ്റും നമുക്ക് ഇതുപോലെ വാഴയില വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ചിക്കന് വെക്കാനുള്ള ഈ ഒരു ഭാഗം നമുക്ക് അലുമിനിയം ഫോയിൽ കൊണ്ടൊന്ന് ചുറ്റി വെക്കാം. പിന്നെ വാഴയിലയുടെ മുകളിലും ഇതുപോലെ വിരിച്ചു വെക്കുകയാണ് ഫോയിൽ പേപ്പർ. അപ്പോൾ നല്ല കാറ്റുണ്ട് ഈ ഒരു സമയത്ത്, അതുകൊണ്ട് വിരിക്കുന്നതൊക്കെ പറന്നു പോവുകയാണ്. ഇനി നമുക്ക് ചിക്കന് ഇതുപോലെ കമ്പിലേക്കൊന്ന് കുത്തി ഇറക്കി കൊടുക്കാം. ഇനി ഒരു നൂൽക്കമ്പി എടുത്തിട്ട് ചിക്കൻ്റെ 2 കാലും പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുക. എന്നിട്ട് നൂൽക്കമ്പിയുടെ മറ്റേ ഭാഗം കമ്പിൽ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബക്കറ്റാണ്. അപ്പോൾ ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലൊരു ബക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഇരുമ്പിൻ്റെ ബക്കറ്റാണ്. ഇനി അടിയിലുള്ള ഈ ഫോയിൽ പേപ്പർ ഈ ബക്കറ്റിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ടൈറ്റാക്കി ഒന്ന് വെക്കാം. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒട്ടും തീ കിടക്കാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചാൽ തീയൊന്നും കിടക്കില്ല. ഇനി നമുക്ക് കത്തിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഓലക്കൊടികളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചുറ്റിലും നന്നായിട്ട് ബക്കറ്റ് കാണാത്ത വിധത്തിൽ ഓലയും അതുപോലെ വിറകൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ ഞാൻ എല്ലാ സൈഡിലും പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ന്യൂസ് പേപ്പർ. അപ്പോൾ ഞാൻ ന്യൂസ് പേപ്പറിനാണ് തീ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓലയിലേക്ക് കയറിക്കോളും. ഇപ്പം നന്നായിട്ട് കത്തി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ, അത്രയ്ക്കും ചൂടാണ്.
ആദ്യം ഇട്ട് കൊടുത്ത ഓലകളൊക്കെ കത്തി തീർന്നു. പിന്നെയും ഞങ്ങൾ രണ്ടാമത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് വിറകുകളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഇട്ട് കൊടുത്ത വിറകൊന്ന് കത്തി തീരട്ടെ, അപ്പോഴേക്കും ഇത് റെഡിയാവും. അല്ലെങ്കിൽ പിന്നെ ഇത് പറ്റേ കരിഞ്ഞു പോവും. ഇനി ബക്കറ്റിൻ്റെ സൈഡിലുള്ള കണലുകളൊക്കെ ഒന്ന് മാറ്റിയിടട്ടെ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പതുക്കെ ഒന്ന് പൊക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിപ്പോൾ കണലിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ 2 കമ്പ് പിടിച്ചിട്ട് 2 സൈഡിലും പിടിച്ചിട്ട് പതുക്കെ ഒന്ന് ബക്കറ്റ് പൊക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ചിക്കന് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെയാണ് ഞങ്ങൾ കണലിലൊക്കെ വെള്ളം ഒഴിച്ചത്. കൂടുതലായിട്ട് കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. പുറമേയുള്ള മസാല ഒന്ന് ചെറുതായിട്ട് കരിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ചിക്കൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര സമയം കത്തിച്ചെടുത്തിട്ടില്ലെങ്കിൽ ഉൾഭാഗത്തൊന്നും ശരിക്ക് വെന്തിട്ട് വരില്ല. ഒരു 13 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് കത്തിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ചിക്കൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. ഇതിപ്പോൾ എല്ലിൽ നിന്നൊക്കെ ചിക്കനൊക്കെ നന്നായിട്ട് വേറിട്ട് പോരുന്ന വിധത്തിൽ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും വെന്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കത് കഴിക്കാനും പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.